എന്നീ അതിരുകൾക്കുള്ളിൽ വളരെ കുറഞ്ഞ വിസ്തൃതിയിലാണ് മക്ക സ്ഥിതി ചെയ്യുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹാജറ ബീവിയുമാണ് മക്കയിൽ ആദ്യമായി താമസിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ടുപേരെയും അവിടെ ഉപേക്ഷിച്ചതായിരുന്നു. ദിവസങ്ങൾക്കു ശേഷം ഹാജറ ബീവി കരുതി വെച്ചിരുന്ന ഭക്ഷണപാനീയങ്ങൾ തീർന്നു. വിശപ്പും ദാഹവും ശക്തമായപ്പോൾ കൈക്കുഞ്ഞായ ഇസ്മായിൽ നബി കാലിട്ടടിച്ച് കരഞ്ഞു. ഹാജറ ബീവി രണ്ട് മലകൾക്കിടയിൽ വെള്ളമന്വേഷിച്ച് ഓടി. സൃഷ്ടാവിന്റെ ഉത്തരവ് പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് വീശിയപ്പോൾ ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നും വെള്ളം ഉറവ് പൊട്ടി. അതാണ് വിശുദ്ധമായ സംസം. ഷാമിൽ നിന്നും പുറപ്പെട്ട ജുർഹും കബീലയിലെ ഒരു കാഫില ഈ വെള്ളം കണ്ടപ്പോൾ മക്കയിൽ താമസമാക്കാൻ ഹാജറ ബീവിയോട് സമ്മതം ചോദിച്ചു. പുതിയൊരു നാഗരികതയുടെ സൃഷ്ടിപ്പ് സാധ്യമാകുന്നത് അങ്ങനെയായിരുന്നു. അവർ ഇസ്മായിൽ നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. അവരിൽ നിന്നും ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറബി ഭാഷ സ്വായത്തമാക്കി. അവിടുന്ന് വിവാഹം ചെയ്യുന്നതും ജുർഹും ഗോത്രക്കാരിൽ നിന്നാണ്. അവരുടെ സന്താന പരമ്പരയുടെ പേരാണ് അറബ്. അങ്ങനെ മക്കയുടെ മലമടക്കുകളിൽ ആൾതാമസമുള്ള വീടുകൾ ഉയർന്നു വന്നു. അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചപ്പോൾ ഭാര്യയുടെയും പുത്രന്റെയും സമീപത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചെത്തി. മലായിക്കത്തുകൾ നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് കഅബ പണിയാനും മക്കയിലെ ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാനും നിർദ്ദേശമുണ്ടായി. അങ്ങനെ ഹജ്ജ് കർമ്മത്തിനും പ്രാരംഭം കുറിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം കഅബയുടെ പരിപാലനം ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഏറ്റെടുത്തു. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയാണ് പിന്നീട് കഅബ പരിപാലിച്ചത്. കാലങ്ങൾക്കു ശേഷം മിലാഉ ഇബ്നു അംറുൽ ജുർഹുമിയുടെ നേതൃത്വത്തിലുള്ള ജുർഹും ഗോത്രത്തിന് കഅബയുടെ പരിപാലനാധികാരം ലഭിച്ചു. AD 3-ാം നൂറ്റാണ്ടിൽ ബൈത്തുൽ ഹറാമിലേക്ക് ഒരു സംഘം അക്രമികൾ കടന്നു വന്നു. അവരെ പ്രതിരോധിച്ചത് ഹുസാഅത്തുൽ യമനിയ എന്ന ഗോത്രക്കാരായിരുന്നു. അവരുടെ അമീറായ റബീഅത്ത് ഇബ്നു ഹാരിസിന്റെ കൈകളിലായി കഅബയുടെ ഭരണം. അദ്ദേഹത്തിനു ശേഷം ഇതേ ഗോത്രത്തിലെ അംർ ഇബ്നു ലഹിയ അധികാരം ഏറ്റെടുത്തു. ധിക്കാരിയായ ഇയാളാണ് കഅബ ശരീഫിൽ ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീനിനെ വ്യതിയാനപ്പെടുത്തുന്നതും അംർ ഇബ്നു ലഹിയ ആണ്. ഖലീൽ ഇബ്നു ഹബശത്തുൽ ഖുസായിയാണ് പിന്നീട് കഅബയുടെ ഭരണം ഏറ്റെടുത്തത്. ശേഷം മരുമകനായ ഖുസൈ ഇബ്നു ഖിലാബിനെ ഭരണം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഖുറൈശി ഗോത്രക്കാരനായിരുന്നതിനാൽ ഖുസായികൾ സമ്മതിച്ചില്ല. യഅ്മുർ ഇബ്നു ഔനിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഖുസൈ ഇബ്നു ഖിലാബിന് തന്നെ ഭരണം ലഭിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4ാമത്തെ വല്യുപ്പ കൂടിയായ അദ്ദേഹമാണ് മക്കയുടെ ഭരണത്തിൽ അടുക്കും ചിട്ടയും രൂപപ്പെടുത്തുന്നത്. പിന്നീട് നബി തങ്ങളുടെ വല്യുപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ കരങ്ങളിലേക്ക് ഭരണമെത്തി. നല്ല ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. സംസം കിണറിന്റെ പുനരുദ്ധാരണം അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് നടന്നത്. അക്കാലഘട്ടത്തിലാണ് കഅബ പൊളിക്കാൻ വന്ന ആനക്കലഹ സംഭവം നടന്നതും പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തോടെ കഅബയുടെ പരിപാലനാധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലായി. പുനർനിർമ്മാണങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച കഅബ അധികം ഉയരമില്ലാത്തതും മേൽക്കൂര ഇല്ലാത്തതുമായിരുന്നു. ഇതിനു പടിഞ്ഞാറും കിഴക്കും വാതിലുകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട തൂരിസീന, തൂരി സൈത്താ, ലബനാൻ, ജൂദിയ്, ഹിറ എന്നീ പർവ്വതങ്ങളിൽ നിന്നാണ് നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ശേഖരിച്ചത്. ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാം വയസ്സിലാണ് ഖുറൈശികൾ
കഅബ പുനർനിർമ്മിക്കുന്നത്. ഊത് പുകയിപ്പിക്കുമ്പോൾ കനൽ തെറിച്ച് കഅബയുടെ കില്ല കരയുകയും വെള്ളപ്പൊക്കത്തിൽ മതിലുകൾ നശിക്കുകയും ചെയ്തപ്പോഴാണ് ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇബ്രാഹിം നബിയുടേതിൽ നിന്നും മാറ്റങ്ങളോടെയാണ് ഖുറൈശികൾ പണിതത്. പടിഞ്ഞാറ് ഭാഗത്തെ വാതിൽ അടച്ചു, കിഴക്കുഭാഗത്തെ വാതിൽ തറയിൽ നിന്നും ഉയർത്തി. കഅബയ്ക്ക് മേൽക്കൂര നിർമ്മിച്ചതും ഖുറൈശികളാണ്. ഹലാലായ വരുമാനം തികയാത്തതിനാൽ വീതി കുറച്ച് നിർമ്മിക്കേണ്ടി വന്നു. ബാക്കി ഭാഗം ഇജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്നു. ചെറിയ രൂപത്തിൽ കല്ലുവെച്ച് അർദ്ധവൃത്താകൃതിയിൽ കെട്ടിയതായി നാം കാണുന്ന ഭാഗമാണത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ ഷാമിൽ നിന്നും യസീദ് ബിൻ മുആവിയ അബ്ദുല്ലാഹി ബിൻ സുബൈറിനോട് യുദ്ധം ചെയ്യാൻ ആളെ അയച്ചു. അവർ മക്കയെ വളഞ്ഞ് അഗ്നിവില്ലുകൊണ്ട് അമ്പെയ്തു. കഅബയുടെ ചുമര് കരിയുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ സംഭവത്തിനു ശേഷം 27-ാം ദിവസം യസീദ് മരണപ്പെട്ടു. സൈന്യം മക്കയിൽ നിന്നും മടങ്ങി. ഭരണം തിരിച്ചു ലഭിച്ചപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച രൂപത്തിൽ കഅബ പുനർനിർമ്മിച്ചു. പടിഞ്ഞാറു ഭാഗത്തെ വാതിൽ പുനഃസ്ഥാപിച്ചു. ഇജ്ർ ഇസ്മായിലിന്റെ ഭാഗത്തും ചുമര് കെട്ടി. ഹജ്ജാജ് ബിൻ യൂസുഫ് അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾ നിർമ്മിച്ച ആ കഅബയെ ഖുറൈശികൾ നിർമ്മിച്ച രൂപത്തിലേക്ക് മാറ്റിപ്പണിയുകയാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് ചെയ്തത്. സുൽത്താൻ മുറാദ് ഖാൻ ഉസ്മാനി AD 1630 സംഭവിച്ച വെള്ളപ്പൊക്കത്തിൽ ഹജ്ജാജ് ബിൻ യൂസുഫ് നിർമ്മിച്ച കഅബ തകർന്നു. പിന്നീട് സുൽത്താൻ മുറാദ് ഖാൻ ഉസ്മാനി പുനർനിർമ്മിച്ച കഅബയാണ് നാം ഇനി ദർശിക്കാൻ പോകുന്നത്.